Very first in-person experience in a stadium. I'm going to remember it for the rest of my life. The way Pakistan fought was completely unexpected. And the Indian team fought like, they have the chance. So it was raising our heartbeat for like almost, till 7 years, 8 years. But after that, things were like, oh my goodness. How was Sanju's? What was that? Oh, Sanju was mind-blowing. Sanju was mind-blowing. In a man of a moment, drink was sick. Yes. It was really fun. I will remember it for us. Yes. Thank you. Yes. Peace. ഇതാണെന്ന് പറയുന്നത് സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. കാരണം വിക്കറ്റുകൾ വീഴുന്ന സമയത്ത് സഞ്ജു വന്ന് ആ തകർച്ചയ്ക്ക് ഒന്ന് തടയിടുന്ന ബാറ്റിംഗ്, അതോടൊപ്പം തന്നെ രണ്ട് നിർണായകമായ ക്യാച്ച് ചെയ്തു 2 പന്തുകൾ. ഇത് രണ്ടും ഏറ്റവും നിർണായകമാണ് മത്സരത്തിൽ എന്നുള്ളതാണ് ഈ ആരാധകരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത്. സഞ്ജുവിനോടുള്ള ആരാധനയും സന്തോഷവും ഒക്കെ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. Finally, we won. Definitely. Actually, Pakistan is not a rival for you. I would argue because the way the match went, it could have been anybody's favorite, frankly. But I think the Pakistan team is improving. If you look at the last 3 games, they've really improved a lot. I think the way they really gave good competition. I think first 10 overs, while India was bowling, and then while our batting first 10 overs, they really played it. You enjoyed it. Yes, I enjoyed it a lot. Okay. See you. Which channel is this? We are so happy. In the beginning, it was little difficult. So we came to last. However, in India, they know that how to come back, and definitely a good match. And we are so happy. ഇതാണ് തരിയൊരു കനൽ മതി എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് തിലക് വർമ്മയുടെ പ്രകടനം. ആ അവസാനം വിജയത്തിലേക്ക് തിലക് വർമ്മ നമ്മളെ കൊണ്ടുപോയി എത്തിച്ചത്. അത് തന്നെയാണ് ഓരോരുത്തരും ഇറങ്ങി വരുമ്പോൾ എടുത്തു പറയുന്നത്. ആദ്യം തുടക്കത്തിലുള്ള ബാറ്റ്സ്മാൻമാരൊക്കെ പോയാൽ പോലും നമുക്ക് അവസാന ബാലറ്റക്കാരിൽ വരെ നമ്മൾ വിജയം കണ്ടെത്തും. മാത്രമല്ല പാകിസ്ഥാൻ ഇത്തവണ നന്നായി പൊരുതി എന്ന് പറയുന്നു. ആരാധകരൊക്കെ തന്നെ അത് എടുത്തു പറയുന്നുമുണ്ട്. പക്ഷേ അതിനുശേഷമുള്ള ഒരു വലിയ തിരിച്ചുവരവ് എടുത്തു പറയുന്നു. ഏതായാലും ഈ സ്റ്റേഡിയം ഇത്രയ്ക്ക് തീപാറുന്ന ഒരു പോരാട്ടത്തിന് ഈ സീസണിൽ അടിപൊളി കളി, സസ്പെൻസ്, ത്രില്ലർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു സിനിമ പോലെ ത്രില്ലർ. അവസാന 2 പന്ത് വരെ എന്തും സംഭവിക്കാമെന്ന രീതിയിലേക്ക് മത്സരം കൊണ്ടുപോയി അത്രയ്ക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരം ഈ സീസണിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം പാകിസ്ഥാനെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഇന്ത്യ ഏകപക്ഷീയമായി തോൽപ്പിക്കുകയായിരുന്നു, 6 വിക്കറ്റിനും 7 വിക്കറ്റിനും ഒക്കെ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉള്ള അവസാനത്തെ 2 പന്തിലുള്ള വിജയം